ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ക്യാമറ സെറ്റാക്കി, 2 ADയും സെറ്റാക്കി, സ്റ്റാൻഡ് കാറിലുണ്ട്, ചാർജറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സോ നമ്മളിതാ ഇറങ്ങാൻ പോവാണ്. ഇനി ബാക്കിയുള്ളവന്മാരെ കൂട്ടണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഒരുത്തൻ വന്നിരിക്കുന്നു. ഒരുത്തന്നെ നമ്മൾ എന്തോ ഇന്നലെ 6 മണിക്ക് പോണം എന്ന് പറഞ്ഞ ആൾക്കാരാ. 6 മണിക്ക് എണീറ്റ് 7 മണിക്ക് പോണം എന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെയും പറയാം. രാവിലെ ഒന്നും വന്നിട്ട് തന്നെയല്ല, അവരെ കുറിച്ച് പറയും. ഒരുത്തനെത്തി, ഇനി ബാക്കി 2 എണ്ണം വരാണ്ട്. ഞാൻ 2 എണ്ണത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അതിനെന്തായാലും ഒരു വീഡിയോ കോളിന്റെ ക്ലിപ്പും കൂടെ ഞാൻ വാട്സാപ്പിൽ ഓഡിയോ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഓഡിയോ റെക്കോർഡ് ആയിട്ടില്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോൾ. ഇവർ പറയുന്നത് വേറെ ഒന്നുമല്ല, ജിഷ്ണു പറഞ്ഞത് രാവിലെ നേരത്തെ അവൻ എത്തുന്നു, രാവിലെ പുലർച്ചയ്ക്ക് ഇവർ 2 പേര് വിളിച്ചപ്പോൾ ഇതായിരുന്നു ഇവരുടെ അവസ്ഥ. രാവിലെ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും കുളിക്കാൻ പോയിട്ടുണ്ടാവുക. ഈശ്വരാ, കഴിഞ്ഞ് വർക്കിന് പോവുക. ബാക്കി അമ്മമാരെ പിക്ക് ചെയ്യുമ്പോൾ കാണാം. അത് മാനല്ലടാ. അല്ല, അപ്പൊ 2 എണ്ണത്തിന് പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈമിങ് ആൾക്കാര് ഇവിടെ ഞാൻ പറഞ്ഞു അവരോട് എന്നെ നോക്കിക്കായിരുന്നു. ഞാൻ അവിടെ നിക്കാം ശരിക്കും വിളിച്ചപ്പോ ഞാൻ അവിടെ നിക്കണ്ടേ. ഒരു തീരുമാനത്തിലെത്തോ? അപ്പോഴേക്കും ഏട്ടൻ ഇവിടെ എത്തി. അമ്മമാരൊരു തീരുമാനത്തിലെത്തി. എല്ലാത്തിനും പിക്ക് ചെയ്തു. ഇനി നമ്മള് ഇതിന്റെ ഓണർ ഈ വീഡിയോ കാണുവാണെങ്കിൽ ദയവായി കമന്റിലൊന്നും പറയരുതെന്ന്. യൂട്യൂബുകാർ ശരിയില്ല, വേണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞാ വീണ്ടും ചിലപ്പോ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് അറിയില്ല, തെരഞ്ഞാ കൂടിയും കിട്ടൂലോ. ഇവൻ ഇന്നലെ തപ്പി. ഇവൻ എന്റെ സബ്സ്ക്രൈബർ അല്ല ഗൈസ്, രാഹുലല്ലേ? ഇപ്പം വെറും ചെറ്റ് അല്ല. എന്നിട്ട് നീ സബ്സ്ക്രൈബ് ചെയ്തോ? അല്ല ചെയ്തോ? ചെയ്തോ? പക്ഷെ നോട്ടിഫിക്കേഷൻ ഓഫ് അല്ലേ? അതെ. വണ്ടി കേട്ടിട്ട് എടാ, ഫസ്റ്റ് നമുക്ക് വീഡിയോയിൽ ഒരു ഹുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പുലിനെ കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും എക്സ്പ്രഷൻ ഓക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളൊക്കെയാണ് ഞങ്ങക്ക് വേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? നമ്മൾ പറയും കേട്ടോ, ഈ ബെൻഡ് തിരിഞ്ഞിട്ട് എല്ലാരും എക്സ്പ്രഷൻ നോക്കട്ടെ. എക്സ്പ്രഷൻ മിക്കവാറും നമ്മളെ വണ്ടിന്റെ ഏതെങ്കിലും ഒരു ഡോറ് കളയും. ഇന്നലെ ടൗണിന്ന് ഡോറ് തുറന്ന് ചാടാൻ നോക്കിയാടാ. ഡോറ് തുറന്നിക്ക് അൾട്ടോന്റെ രാത്രി ഞാൻ ചാടാൻ പോവാണ്. നമുക്ക് ഇന്നലെ വീട്ടിന്റെ അവിടെ നിന്ന് കാർ എടുക്കുമ്പോ ഡോറ് തുറന്ന് വെച്ചിട്ട് ബാക്കിലുണ്ട് ഒരു പിക്കപ്പ് വരുന്നു. ഡെലിവറി പോലെ ആയാലേ. ഹോട്ട്സ്പോട്ട് ഓഫ് ചെയ്യും കേട്ടോ, തീരുമാനമായി. ശരി ഇടണ്ടേ? സ്റ്റോറിയിലേ ഇല്ലാത്തൊരുത്തൻ കയറി വന്നിട്ടുണ്ട്. സ്റ്റോറി ബോർഡിൽ പോലും വരാത്ത ആളാവേ. എന്തിനാണെന്ന് അറിയാത്ത. എന്തിനാ നീ ഇപ്പൊ ഓസിയിൽ മേടിച്ച കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നേ? ശരി ഹുക്കെടുക്ക്. ഗ്യാസ് റെഡി അല്ലേ? അപ്പൊ എന്റെ തീരുന്നു. ആര് തുടങ്ങുന്നേ? ജിത്തു അല്ലേ ഡ്രൈവിങ്? ജിന്തു പറയാ ക്യാമറ. ജിഷ്ണു പറയും, ജിഷ്ണു അല്ലേ ബാക്കിലിരിക്കണം. നല്ല വാത്ത് ഇവന്മാരെ കൊണ്ട് എങ്ങനെ നടക്കും? ഞാൻ തന്നെ തുടക്കേണ്ടി വരും. നമുക്ക് ബെൻഡ് തിരിയുമ്പോ എക്സ്പ്രഷൻ പെട്ടെന്ന് മിണ്ടുന്ന സമയത്ത് വരാല്ലേ? അല്ല, അപ്പൊ ഞാൻ ഇവരെ നോക്കിയല്ലേ മിണ്ടുള്ളൂ. അപ്പൊ നിങ്ങളല്ലേ ചെയ്യണ്ടേ? അപ്പോഴല്ലേ ഞാൻ ചായക്കുള്ള ആക്ടിംഗ് ഒന്നും നീ വേണ്ട തൽക്കാലം. അല്ല ജിത്തു, ശരി എല്ലാം നോർമൽ ആവട്ടെ. നോർമലൈസ് ആയിട്ടോ, നോർമൽ ടോക്കാം. അപ്പൊ ഇന്ന് നമ്മള് ഏത് ലൊക്കേഷനിലാണ് പോകുന്നത്? 60 ചാലല്ല, 60 അങ്ങോട്ടാണ് പോകുന്നത്.
അപ്പൊ എല്ലാം സെറ്റ് അല്ലേ, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ? സംസാരിക്കാൻ തുടങ്ങി കുറെ നേരം ഇവ അഭിനയിക്കുന്നില്ല. ഞാൻ അഭിനയിക്കണോ? ജിഷ്ണു നീയാണ് അതിന്റെ സെറ്റ്. നീയാണോ പറയണത്? ഞങ്ങൾ ഇങ്ങനെ പിന്നാലെ തിരിഞ്ഞ് സംസാരിക്കുന്നത്. പുലി പുലി എന്ന് പറയട്ടെ. അടുത്ത ആളെ പറയുന്നത്. ആ ശരിയല്ല. അപ്പൊ ശരി, ഒന്നും കൂടെ കേട്ടോ. മാച്ചേക്ക് കട്ട് കട്ട് കട്ട്. ആ അതന്നെ, കട്ട് കട്ട്. ആ അപ്പൊ ശരി, തുടങ്ങല്ലേ? ആ അല്ല ജിഷ്ണു, എല്ലാം സെറ്റ് അല്ലേ? എത്ര മണിക്കാണ് നീ? പുലി 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 കുറച്ച് പെട്രോളും കൂടെ അടിക്കാൻ പറഞ്ഞു. വണ്ടി കൊടുത്തയച്ചിട്ട് ഇത് ഏതാട്ടാ വണ്ടി? ഡീസലാ പെട്രോളാ? പെട്രോൾ. ഇത് രണ്ടും അടിക്കാം, രണ്ടും അടിച്ചോളൂ. ഇത് അങ്ങനത്തെ CNG ആക്കാം നമുക്ക്. ആ ഫുള്ളായി. അപ്പൊ ബാക്കി പൈസ ഇല്ലാതെ സമ്മതിക്കില്ല. 10 ലിറ്റർ തന്നെ ആവുള്ളൂ, 11 ആവില്ല. അതിനെ പരിപാടിയാ. 1020 എന്ന് പറഞ്ഞ കണ്ണിങ്ങല്ലേ? എന്താ നീ 7:40 എന്തായാലും ഒരു 8 മണിയാവുമ്പോ നൂൽപ്പുഴ എത്തിയാൽ മതി. 8 മണിക്ക് നൂൽപ്പുഴ 10 മിനിറ്റിലാണ്. ആ എന്താ പറ്റില്ല? 8:05 8:05 നൂൽപ്പുഴ ഞാൻ എത്തിക്കും. പക്ഷെ ബാക്കിലുള്ള ഒരു വാള് വെക്കും. ആ വിഷയാക്കേണ്ട ആവശ്യമില്ല. അപ്പോ 8:05 ആവുമ്പത്തേക്ക് നൂൽപ്പുഴ കേട്ടോ. ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ഡീലല്ലേ രാവിലെ? അപ്പോ പറഞ്ഞ പോലെ 8:05 അല്ല 7:57 നമ്മൾ നൂൽപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇനി അടുത്തത് 8:15 10. 8? ഓക്കെ, അപ്പൊ 8:15 10. അപ്പൊ അവിടെ വെച്ച് കാണാം കേട്ടോ. ഒരു 17 ജിഷ്ണു ഉറങ്ങുമല്ല, ഉറക്കം നടിക്കുവാണെന്നാണ്. വിഷയാക്കിട്ടോ ആരും പറയില്ല. ബത്തേരി ടൗൺ എത്ര മണിക്ക്? ഞാനുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇത് നടക്കുന്നത്. അപ്പൊ 8:09 ബത്തേരി എത്തിയിട്ടുണ്ട്. ആ റോഡ് പൊളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ കാണാം. എന്തായാലും ഇറങ്ങിയില്ല, ഇനിയിപ്പോ വേറെ അപ്പൊ തിരിച്ചു പോകാൻ പാടില്ലല്ലോ. ഇവിടെ തിരിഞ്ഞ് നമുക്ക് നിങ്ങളല്ലേ പറഞ്ഞു, നടക്കുമോ? നിങ്ങളല്ലേ പറഞ്ഞു എവിടെയെങ്കിലും പോയി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇറങ്ങി തിരിച്ചു പോകാൻ പാടില്ല. ഓ എല്ലാം ഇതിപ്പോ അങ്ങോട്ട് ഫുള്ള് ഞാൻ പറയുന്നു. ഒരു വഴിക്ക് തിരിച്ചു വെച്ച് തിരിക്കാൻ പാടില്ല. നമ്മള് വയനാട് എസ്റ്റേറ്റ് എത്തി കേട്ടോ. വയനാട് എസ്റ്റേറ്റ് എല്ലാരും കണ്ടോ? പുതിയതായിട്ട് കൊണ്ടുവന്ന വോയിസ് ഓഫ് അനന്ത് കൊണ്ടുവന്ന സ്റ്റേറ്റാ വയനാട് സ്റ്റേറ്റ്. ബത്തേരി സ്റ്റേറ്റ്. അപ്പൊ അതിലൊന്നും പറയാല്ലേ? വേറൊരു കേട്ടോ, കേരള ജില്ലയല്ലേ? അല്ലല്ല, ഇത് തമിഴ്നാട്ടിലല്ലേ വയനാട് വന്നിങ്ങനെ? അല്ലേട്ടാ കർണാടകന്റെയാ? അതെ, കർണാടക ബോർഡർ. പിന്നെന്താ ചെയ്യാൻ പറ്റുക? അവിടെ നിന്ന് എടുക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. ഒരു ഗ്യാപ്പ് ആ കുഴപ്പമില്ല, നമ്മൾ വർക്ക് കഴിഞ്ഞ് ടയർഡായിട്ട് ഇപ്പം ഇറങ്ങിയതല്ലേ. പോയ വീഡിയോയില് ഫുള്ളാവുന്നത്. അപ്പോ ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടോ? സത്യം നമ്മള് ക്യാമറയിൽ പറയരുത്. ഇത് കണ്ട് ക്ലയൻസ് ശരിയില്ലാന്ന് വിചാരിച്ചത്. അയ്യോ അത് പാടില്ല. ഒരിക്കലും നമ്മൾ പുറത്ത് ലീക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് സന്തോഷമായി നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വർക്ക് നല്ല വർക്കായിരുന്നു, സ്വന്തം പറയാല്ലേ. അപ്പൊ രാവിലെ എന്തെങ്കിലും പറയണ്ടോ? ഇവിടെ വർക്കിന് കൂട്ടിട്ട് പോയ ആൾക്കാരായില്ല. നിങ്ങളൊക്കെ എന്തിനാ കൂട്ടിട്ട് പോയേ? അനന്തൂനെ നീ നോക്കണ്ട, അല്ലാതെ നോക്കിക്കോ. ഞങ്ങളെ കാട്ടി കൂടുതൽ അനന്തൂനുണ്ടാവും. ഞാൻ
ഞാൻ ജിഷ്ണു എനിക്ക് ജിഷ്ണുവിന്റെ അവിടെ നിന്ന് തിരിയാനുള്ള സമയം കിട്ടിയില്ല. കള്ളോടുപ്പെട്ട കുട്ടി ഏത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു? ആരത്? നമ്മളെ പറഞ്ഞ ആങ്കർ ചെയ്തില്ലേ? ആങ്കറോ? ജിഷ്ണു ഏതൊക്കെ പെണ്ണ് ആങ്കർ ഒക്കെ ചെയ്തു? ഞാൻ മാന്യനാണ്. ഞാൻ ഇല്ലെന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചില്ലടാ അങ്ങനൊക്കെ പെണ്ണ്. പക്ഷേ എനിക്ക് ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ സ്റ്റേജ് മാത്രമേ, അല്ലാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. ഞാൻ അത്രത്തോളം സിൻസിയറാണ് എൻ്റെ വർക്കില്. അതിൻ്റെ എന്നെ വിശ്വസിച്ചൊരു വർക്ക് വരുമ്പോൾ ഞാൻ അതേപോലെ ചെയ്യുന്നു. കുട്ടികളെ നോക്കിയിട്ടാണെന്നോ? അങ്ങനത്തെ അല്ലല്ലോ, ഞാൻ വൃത്തിക്കാണല്ലേ. നമ്മള് നീറ്റായിട്ടല്ലേ ചെയ്ത് അല്ലേ? അല്ലേ യോഗലെ പാട്ട് പാടി. എന്നാൽ നമുക്ക് പോവാല്ലേ? ഓക്കെ, നമുക്ക് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് നമുക്കൊന്ന് കാണിച്ചു കേട്ടോ. ഇതാണേ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. എന്നാലും വണ്ടികളുടെ ഫ്രണ്ട് പക്ഷേ അത് ശരിയാ. എന്നാലും ഓക്കെ ഗൈസ്, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ബാക്കി വ്ളോഗ് ഈ വ്ളോഗ് എടുക്കട്ടെ. എന്നാൽ ബാക്കി വ്ളോഗ് പിന്നെ കാണാം. ബൈ. ഓക്കെ, ബൈ പറഞ്ഞേക്കാം എല്ലാവരും. ഇതിൻ്റെ ഒക്കെ ബൈ. ആ കണ്ണാടി ആ സ്ലോ മോഷൻ ബൈ. യാത്ര ഓക്കെ ബൈ.